ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അതിപ്പോൾ ഇന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ട്രിവാൻഡ്രത്തുള്ള എന്തൊക്കെ സ്മാർട്ട് ഫീച്ചേഴ്സാണ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞത് എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ്സൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ കൂടുതലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്മാർട്ട് റോഡ്സിനെ പറ്റി നോക്കാം. അപ്പോൾ ട്രിവാൻഡ്രത്ത് മൊത്തം 55 സ്മാർട്ട് റോഡുകളാണ് ഇതുവരെ പൂർത്തിയാക്കിയത്. മൊത്തം 69 റോഡുകളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അപ്പോൾ പൂർത്തിയാക്കിയതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ ഈ വർഷം 2022 ഡിസംബറോടെ സ്മാർട്ട് റോഡുകളുടെ പണികളെല്ലാം തീരുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്മാർട്ട് റോഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വഴുതക്കാട് ഇപ്പോൾ കിടിലൻ റോഡായിരിക്കുകയാണ് മൊത്തം. പിന്നെ മണക്കാട്, കുന്നുംപുറം, അങ്ങനെ കുറേ റോഡുകൾ സ്മാർട്ട് റോഡ് പ്രോജക്റ്റ് കഴിഞ്ഞ റോഡുകളാണ്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്മാർട്ട് റോഡുകൾ വേറെ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഐ ടിക്ക് നമുക്ക് ടെക്നോ പാർക്ക് ഉണ്ട്. അതുപോലെ ടെക്നോ പാർക്കിൻ്റെ അകത്ത് കുറേ നല്ല നല്ല ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ഐ ടി ഡെവലപ്പ് ആയി കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. വേറെ പുതിയതായിട്ട് ഐ ടിയിൽ വേറെ ഒന്നുമില്ല. പിന്നെ ടെക്നോ പാർക്കിൽ കുറേ AI ഫീച്ചേഴ്സ് ഉപയോഗിച്ച് തുടങ്ങി, അതിൽ കുറേ സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് AIയിലെ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മെട്രോ ട്രിവാൻഡ്രത്ത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ മെട്രോ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പൊന്നും ഇതുവരെ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലൊക്കെ വരുന്നതാണ് മെട്രോ എന്ന് പറഞ്ഞ് വീഡിയോകൾ വരുന്നതാണ്. പക്ഷേ ഇതുവരെ അതിൻ്റെ വർക്ക് തുടങ്ങിയോ അല്ലെങ്കിൽ അത് ഉറപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മെട്രോയെ പറ്റി നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് റോഡ് നമുക്ക് ട്രിവാൻഡ്രം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നെയ്യാറ്റിങ്കര തൊട്ട് തമ്പാനൂർ വരെയൊക്കെ ആണ് സ്റ്റേറ്റ് റോഡ്. അപ്പോൾ സ്റ്റേറ്റ് റോഡ് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് നടുക്കൂടെ, ആ ഡിവൈഡറിൽ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുറച്ച് ഡെവലപ്മെന്റ് നടന്നെന്ന് തോന്നും. പക്ഷേ ആ റോഡുകൾക്ക് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നും ഗവൺമെന്റ് ചെയ്യുന്നില്ല. കുറേ വർഷം മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ടാർ ചെയ്തതൊക്കെയാണ്. ഇപ്പോൾ ടാറൊന്നും ഇതുവരെ ആ റോഡുകൾക്ക് ചെയ്തിട്ടില്ല. പ്രാവശ്യമ്പലം ആ ഭാഗം തൊട്ടുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പുതിയതായിട്ട് ചെയ്ത ഭാഗം. പക്ഷേ കരമന ആ ഭാഗത്തോട്ടൊക്കെ പണ്ട് ചെയ്ത റോഡുകളാണ്. അവിടെയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെയും വേണമെങ്കിൽ സ്മാർട്ട് സിറ്റി റോഡാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വന്ദേ ഭാരത് നല്ലൊരു ഡെവലപ്മെന്റ് ആണ്. നരേന്ദ്രമോദി ട്രിവാൻഡ്രത്ത് വന്ന് ഉദ്ഘാടനം ചെയ്ത ട്രെയിനാണ് വന്ദേ ഭാരത്. നമ്മുടെ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ പോകുന്നതാണ്. അപ്പോൾ വന്ദേ ഭാരത് ഇപ്പോൾ 10 എന്തോ ഉണ്ടെന്ന് തോന്നുന്നു മൊത്തം. അപ്പോൾ വന്ദേ ഭാരതിന്റെ മെട്രോ വന്നു, വന്ദേ ഭാരതിന്റെ സ്ലീപ്പേഴ്സ് വന്നു. അപ്പോൾ അതെല്ലാം വലിയൊരു ഡെവലപ്മെന്റ് തന്നെയാണ്. ഇപ്പോൾ ട്രെയിനിന്റെ ഭാഗത്ത് നിന്ന് എൻ്റെ ഒരു ചെറിയ സജഷനാണ്, നമ്മളെ ഇന്ത്യയിൽ ഓടുന്ന എല്ലാ ഇന്ത്യൻ റെയിൽവേസിന്റെ ട്രെയിനും ഒഴിവാക്കി മൊത്തം വന്ദേ ഭാരത് ആക്കിയാൽ അതൊരു ഡെവലപ്മെന്റ് ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് EV ബസ്സുകളായി, ട്രെയിനായി. അപ്പോൾ EV ബസ്സുകളിൽ നമ്മൾ 3 വർഷം മുമ്പാണ് KSRTC കേരളത്തിൽ ട്രിവാൻഡ്രത്ത് EV ബസ് കൊണ്ടുവരുന്നത്. KSRTC സ്വിഫ്റ്റ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് EV ബസ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബസ്സായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ചില ബസ്സുകൾക്ക് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ വന്ന് വഴി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് നമ്മുടെ EV അല്ല, നമ്മുടെ KSRTC സ്വിഫ്റ്റിന്റെ സ്ലീപ്പർ ബസ്സുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബസ്സുകളായിരുന്നു. വോൾവോയുടെ ആയിരുന്നു നമ്മുടെ സ്വിഫ്റ്റ്. അപ്പോൾ അതെല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ബസ്സുകൾ തന്നെയായിരുന്നു. ആദ്യമൊക്കെ നല്ല ടിക്കറ്റ് ബുക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്ന ബസ്സുകളായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സിറ്റിയിൽ വാട്ടർ കണക്ഷൻ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടെ കേൾക്കുന്ന കാര്യമാണ്, ട്രിവാൻഡ്രംകാർ പത്രമൊക്കെ നോക്കുമ്പോൾ ഇടയ്ക്കിടെ കേൾക്കുന്ന കാര്യമാണ്, പൈപ്പ് പൊട്ടി വെള്ളം കളഞ്ഞു, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇത്ര ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച ജലവിതരണം മുടങ്ങും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വാട്ടർ കണക്ഷൻ പലയിടത്തും ഇപ്പോഴും പണി നടക്കുന്നേ ഉള്ളൂ. ചിലയിടത്ത് പണി കഴിഞ്ഞ സ്ഥലത്ത് പിന്നെ കംപ്ലൈന്റ് ഒന്നാണ് ഈ വാട്ടർ ലീക്കൊക്കെ വരുന്നത്. അപ്പോൾ സ്മാർട്ട് വാട്ടർ കണക്ഷൻ പെർഫെക്റ്റ് ആയില്ല, ഇതുവരെ പെർഫെക്റ്റ് ആയില്ല എന്നാണ് പറയാനുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പണി വരികയും പൈപ്പ് പൊട്ടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്രാൻഡഡ് സ്റ്റോർസ്. നമ്മളിപ്പോൾ കൊച്ചി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കട കഴിഞ്ഞ് നോക്കുമ്പോഴെല്ലാം ബ്രാൻഡഡ് സ്റ്റോഴ്സ് ആണ് ഓരോന്നും. കൊച്ചി, കോട്ടയമല്ല. പക്ഷേ ട്രിവാൻഡ്രത്ത് ബ്രാൻഡഡ് സ്റ്റോഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ബ്രാൻഡഡ് സ്റ്റോഴ്സ് നോക്കുകയാണെങ്കിൽ ലുലു മാളുണ്ട്, അലൻസൊള്ളി കുറേ സ്ഥലത്തുണ്ട്, ബ്രാങ്ക്ലർ ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. പക്ഷേ ഇതിനെക്കാട്ടി ഇരട്ടിയായിട്ടാണ് കൊച്ചി അങ്ങോട്ടൊക്കെ ഉള്ളത്. അപ്പോൾ കൂടുതലും ബ്രാൻഡ്സ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇനിയും വരാനുണ്ട്. അപ്പോൾ അത് ഈ സ്മാർട്ട് സിറ്റി എല്ലാ പദ്ധതികളും കഴിഞ്ഞ് വിഴിഞ്ഞാമ്പോട്ട് കുറച്ചുകൂടെ ഇനി ബാക്കിയും കൂടെ ഡെവലപ്പ് ആയാൽ ഉറപ്പായും ഇവിടെ വരുമെന്നാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പിന്നെ കാർ കമ്പനീസ് നോക്കിയാൽ BYD ഷോറൂം ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്, കൊച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിട്രോൺ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രാൻഡ് സ്റ്റോഴ്സ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു മനോരമ പത്രത്തിൽ കണ്ട ഒരു ന്യൂസാണ് അണ്ടർഗ്രൗണ്ട് മെട്രോ. അപ്പോൾ അണ്ടർഗ്രൗണ്ട് മെട്രോ നമ്മുടെ നെയ്യാറ്റിങ്കര അവിടുന്ന് ആ ഭാഗത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുഡ്സ് വിഴിഞ്ഞം പോർട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണ് ഈ അണ്ടർഗ്രൗണ്ട് മെട്രോ. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് മെട്രോ ചെയ്താലുള്ള പ്രശ്നം എനിക്ക് തോന്നിയത്,
നമ്മളിപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് മെട്രോ ചെയ്യണമെങ്കിൽ അതിനൊരു 5-6 വർഷം എടുക്കും. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ഡെവലപ്പ് അത്രയും സമയം പിന്നെയും എടുക്കും. അതല്ല, നമുക്കിപ്പോൾ അണ്ടർഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ അടിയിൽ കൂടെ ഒരു തുരങ്കം ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഈ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ റോഡ്സ് എല്ലാം പൊളിക്കേണ്ടി വരും. റോഡൊക്കെ പിന്നെയും ഒന്നേന്ന് കുഴിച്ച് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നടപ്പിലാക്കുമോ എന്നൊന്നും അറിയില്ല. പിന്നെ ഈ തുരങ്കത്തിൻ്റെ അകത്തൂടെ നമ്മുടെ ട്രെയിനുകൾക്ക് ഗുഡ്സ് കൊണ്ട് വിഴിഞ്ഞം പോർട്ടിൽ എത്താൻ സാധിക്കുമെന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ചിലപ്പോൾ അത് നടക്കാതെ പോവാം. നോർമൽ മെട്രോ പോലും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് മെട്രോ എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് ഡിസ്പോസൽ. നിങ്ങൾക്ക് എല്ലാ ദിവസവും മനോരമ പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ പേജിൽ കാണാൻ പറ്റുന്നതാണ് ഓരോ സ്ഥലത്ത് വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്നത്. ട്രിവാൻഡ്രത്ത് പലയിടത്തും അല്ല, ഏകദേശം എല്ലാ സ്ഥലത്തും വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്ന വേസ്റ്റ് കൂമ്പാരങ്ങളായിട്ട് കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ മെത്തനോളാക്കാം, ഫ്യുവലാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് വിഴിഞ്ഞം പോർട്ടിന് കൊടുത്താൽ നമ്മുടെ ഷിപ്പുകൾക്ക് ഉപയോഗിക്കാൻ പല പല യൂസ് ഉണ്ട്. പക്ഷേ എല്ലാം എന്താ വെറും വേസ്റ്റ് ആയിട്ട് പല പല ഭാഗങ്ങളിൽ കിടക്കുകയാണ് സിറ്റിയുടെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ട്രിവാൻഡ്രം സ്മാർട്ട് സിറ്റി ആയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ഫുൾ വൃത്തിയായി വേസ്റ്റ് മാനേജ്മെന്റ് നല്ലതായി നടന്നാലേ ട്രിവാൻഡ്രം സ്മാർട്ട് സിറ്റി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ വേസ്റ്റ് ഡിസ്പോസൽ കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ ഒരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് അടുത്ത് പറയാനുള്ളത് ഇൻക്രീസ് യൂസ് ഓഫ് EV വെഹിക്കിൾ. ഇലക്ട്രിക് വെഹിക്കിൾസ് ട്രിവാൻഡ്രത്ത് കുറേ ഉപയോഗിച്ച് തുടങ്ങി. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ട്രാഫിക് സിഗ്നലിൽ 10 വണ്ടി ഉണ്ടെങ്കിൽ അതിൽ 5 വണ്ടിയും EV വെഹിക്കിൾസ് ആയിരിക്കും. അപ്പോൾ അത് നല്ല ഡെവലപ്മെന്റ് തന്നെയാണ് ട്രിവാൻഡ്രത്തിന്റെ. അപ്പോൾ അത്യാവശ്യം കൂടുതൽ EV വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന ഡിസ്ട്രിക്റ്റും ട്രിവാൻഡ്രം തന്നെയാണ്. അപ്പോൾ കാറുകളായാലും ബൈക്കായാലും ഓട്ടോറിക്ഷ ആയാലും ബസ്സുകളായാലും എല്ലാത്തിലും EV വെഹിക്കിൾസ് ഉണ്ട്. അതിൽ കൂടുതലും ഇപ്പോൾ EV വെഹിക്കിൾസ് ആണ് ഉപയോഗിച്ച് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സ്മാർട്ട് പാർക്കിംഗ്. ഈ സ്മാർട്ട് പാർക്കിംഗ് ആയിട്ട് നമ്മുടെ തമ്പാനൂര് ഒരു ബിൽഡിംഗ് ചെയ്തു. അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു ബിൽഡിംഗ് ആണ്. അവിടെ അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാൻ വരുന്നുമുണ്ട്. പിന്നെ ലിഫ്റ്റിന്റെ ടെക്നോളജി പോലത്തെ സ്മാർട്ട് പാർക്കിംഗ് ആണ് നമ്മുടെ വഴുതക്കാട് ആ ഭാഗത്തോടെ ചെയ്തത്. അപ്പോൾ അടുത്ത് സ്മാർട്ട് പാർക്കിങ്ങിൽ അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് എയർപോർട്ടും വിഴിഞ്ഞം പോർട്ടുമാണ്. അപ്പോൾ എയർപോർട്ട് ഇനിയും കുറേ ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നതിനെക്കാട്ടി ഇരട്ടി ആളുകളാണ് കൊച്ചി എയർപോർട്ട് വരുന്നത്, എയർപോർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇനിയും കുറേ ടെക്നോളജീസ് വരാനുണ്ട്, ഇനിയും നല്ല ഡെവലപ്പ് ചെയ്യാനുമുണ്ട്. പിന്നെ ഈ ഇടയ്ക്കാണ് നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടിനെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് നല്ല ഡെവലപ്മെന്റ് എയർപോർട്ടിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് വരുന്നത് വിഴിഞ്ഞം പോർട്ടാണ്. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാം, എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിന് ഒരു പാർട്ട് വർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എങ്കിലേ വിഴിഞ്ഞം പോർട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ തന്നെ ഒരു സമയം 3 കപ്പലുകൾ വരെ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ 3 കപ്പലുകൾ ഒരുമിച്ച് ഡോക്ക് ചെയ്ത പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം. അതിൽ ഒരെണ്ണം അത്യാവശ്യം വലിയ മെത്തനോൾ ഉപയോഗിക്കുന്ന ഷിപ്പുകളിൽ ഏറ്റവും വലിയ ഷിപ്പായിരുന്നു വന്നത്. അപ്പോൾ ഇത് വിഴിഞ്ഞം പോർട്ടിനെ പറ്റി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഡബിൾ ഡെക്കർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ അങ്കിളിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ, അങ്കിളുടെ പേര് ഏലിയസ് ജോൺ എന്നാണ്. അപ്പോൾ അങ്കിൾ ഓരോ ഷിപ്പിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ എല്ലാം ചെയ്ത് ചാനലിൽ അന്ന് അപ്ലോഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് വിഴിഞ്ഞം പോർട്ടിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നമ്മളെ അങ്കിളിൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ ട്രിവാൻഡ്രത്ത് ഉള്ള ചെയ്ത കുറച്ച് ഫീച്ചേഴ്സും ചെയ്യാത്ത ഫീച്ചേഴ്സും വെച്ച് ഒരു ചെറിയ കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതിനെപ്പറ്റി ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വിട്ടുപോയെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ള ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇത് അഭിനവ് സൈനിങ് ഓഫ്.